അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ വരാൻ കാരണം. ചർച്ച ചെയ്യപ്പെടുന്ന ഹിജാബ് എന്ന് പറയുന്ന വിഷയം ആലോചിക്കുമ്പോൾ ഒരു നല്ല ഹൃദയമുള്ള മനുഷ്യൻ എന്ന രീതിയിൽ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. തട്ടമിട്ട് അവരുടെ ശിരോവസ്ത്രം അണിഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഞങ്ങളുടെ സ്കൂളിലേക്ക് വരണമെങ്കിൽ ഇസ്ലാം മതത്തിൽ ഒരു സ്ത്രീക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്ന ഹിജാബ് മാറ്റി തട്ടം മാറ്റിയിട്ട് ഞങ്ങളുടെ സ്കൂളിലേക്ക് പ്രവേശിക്കാം. വീണ്ടും അവസാനം ആ സ്ത്രീ എന്ന് ഞാൻ പറയൂ, പരിശുദ്ധനായ യേശുവിന്റെ മണവാട്ടി എന്നറിയപ്പെടുന്ന ആ വിഭാഗത്തിൽ ആ കന്യാസ്ത്രീയെ ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ആ സ്ത്രീയുടെ നാവിൽ നിന്ന് വന്നതെല്ലാം അതുപോലത്തെ വാക്കുകളാണ്. ആ സ്ത്രീ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിക്കുന്നത് നാം എല്ലാവരും കണ്ടവരാണ്. ആദ്യം നന്ദി പറച്ചിലിൽ തന്നെ ആർക്കു വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. ആരൊക്കെ അവരുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് ആരാണ് എന്ന് കൃത്യമായി അവരുടെ മുഖത്തിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാൻ സാധിക്കും. നാമൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട വിഷയമല്ലേ? ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചിരിക്കുന്ന ഒരു പൗരന്റെ, ഒരു മനുഷ്യന്റെ മൗലിക അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ആ സ്കൂളിലെ മാനേജ്മെന്റ് ഇപ്പോ ഒരു മുസ്ലിം മാനേജ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിൽ ഒരു കുറി തൊട്ട് വരുന്ന ഒരു കുട്ടിയോട് ഇനി നീ കുറി തൊടാൻ പാടില്ല, അല്ലെങ്കിൽ മാല ധരിച്ചു വരുന്ന, കുരിശുമാല ധരിച്ചു വരുന്ന ഒരു കുട്ടിയോട് അത് ധരിച്ചു വരാൻ പാടില്ല എന്നുള്ള ചരിത്രം ഇവർ കേട്ടിട്ടുണ്ടോ? ഒരിക്കലും അങ്ങനെ ഒരു കാര്യം, ഒരു സംഭവം ഈ കേരളത്തിൽ ഒരിക്കലും നടന്നിട്ടില്ല. മറിച്ച് ഇസ്ലാം അനുവദിക്കുന്ന ഹിജാബ് എന്ന് പറയുന്ന തട്ടം ഇട്ടുകൊണ്ട് ഒരു കൊച്ചുകുട്ടി സ്കൂളിലേക്ക് വരാൻ ആഗ്രഹിക്കുമ്പോൾ അത് കുഴപ്പമില്ല മോളെ, ഈ സ്കൂളിലേക്ക് സ്വാഗതം എന്ന് പറയുവാനുള്ളതിന് ആ കുട്ടിയെ ആദ്യം നീ എങ്ങനെ വന്നോ അതുപോലെ വന്നാൽ ഞങ്ങൾ അതേ സ്നേഹം തന്ന് സ്വീകരിക്കുമെന്ന് പറയുന്ന വളരെ വൃത്തിഹീനമായ നാവിന്റെ ഉടമകളായി മാറിയിരിക്കുന്നു കേരളത്തിലെ ചില ആളുകൾ. നല്ല ക്രിസ്ത്യാനികളെ കൂടി പറയിപ്പിക്കുന്ന രീതിയിലേക്ക് വലിയൊരു ചർച്ചാ വിഷയമാക്കി ഇതിനെ വഴിതിരിച്ചു വിട്ടു. അതുപോലെ തന്നെ എല്ലാ മതത്തിലും ഉണ്ട്. ഇസ്ലാം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും എല്ലാ മതത്തിലും വർഗീയ വിഷങ്ങൾ തുപ്പുന്ന ചില ആളുകളുണ്ട്. അവരൊന്നും യഥാർത്ഥ ഇസ്ലാം സ്വീകരിച്ചവരോ യഥാർത്ഥ മുസ്ലിമീങ്ങളെന്ന് പറയാൻ പറ്റാത്തവരും യഥാർത്ഥ ഹിന്ദുക്കൾ എന്ന് പറയാൻ പറ്റാത്തവരുമാണ്. കാരണം അവരുടെ നാവിൽ നിന്ന് വരുന്നതെല്ലാം ഇതുപോലുള്ള മ്ലേച്ഛമായ, എപ്പോഴും വർഗീയ വിഷങ്ങൾ മാത്രം തുപ്പുന്ന ചില വാക്കുകൾ മാത്രമാണ്. ഒരപ്പനും മകനും ഉണ്ട്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അവരൊക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുവെന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. കാരണം ആ സിസ്റ്റർ വന്ന രണ്ടാമതായി മാധ്യമങ്ങളെ കണ്ട് നന്ദി പ്രകാശിപ്പിക്കുമ്പോൾ എടുത്തു പറഞ്ഞ ഒരാളെ, അയാളുടെ പേര് നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് ഇപ്പോഴും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കേരളത്തിനൊരു പാരമ്പര്യമുണ്ട്, നമ്മുടെ ഇന്ത്യക്ക് ഒരു പാരമ്പര്യമുണ്ട്. അതനുസരിച്ച് മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഇതുപോലുള്ള ആളുകൾ ഒരുപാടുണ്ട്, വർഗീയ വിഷങ്ങൾ തുപ്പുന്ന ഒരുപാട് ആളുകൾ. അവരോടൊക്കെ കൃത്യമായ നിലപാട് പറഞ്ഞ് അവരുടെ ഒന്നും മുന്നിൽ അടിവതറാത്ത ഒരു കരുത്തോടെ നിലനിൽക്കണമെന്നാണ് നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരിക്കലും തോറ്റു കൊടുക്കാൻ പാടില്ല. ഇപ്പോ അവസാനമായി ആ സ്കൂളിൽ നിന്ന് ഒരുപാട് കുട്ടികൾ TC വാങ്ങുന്നു എന്നുള്ള വാർത്ത ഇന്നിതാ വരികയാണ്. ഒരുപാട് കുട്ടികൾ TC വാങ്ങിയ ഒരു കുട്ടിയുടെ മാതാവ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു പറയുകയാണ്, മറ്റൊരു ക്രിസ്ത്യൻ സ്കൂളിലേക്കാണ് ഞങ്ങൾ കൊണ്ടുപോയി ചേർത്തത്. ആ സ്കൂളിലെ പ്രിൻസിപ്പൽ ഇതേപോലെ ഒരു തട്ടമിട്ട ഒരു കന്യാസ്ത്രീ തന്നെയാണ്. ആ സ്ത്രീ പറഞ്ഞത്, മോളെ ഞങ്ങളുടെ സ്കൂളിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു ഹിജാബ് അണിയാൻ പറ്റാത്ത വിധത്തിലേക്ക് ഞങ്ങൾ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ അങ്ങനെ ഇവിടേക്ക് വരാമെന്ന് അവരെ ഏറ്റവും ഉത്തമമായ രീതിയിൽ സ്വാഗതം ചെയ്തു എന്നാണ് ആ മാതാവ് പറഞ്ഞത്. ചില ആളുകൾ മാത്രമാണ് എല്ലാവരെയും പറയിപ്പിക്കുന്നത്. ആ ആളുകളെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് കേരളത്തോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.